ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നെഞ്ചക്കിൻ്റെ 3-4 മൂവ്മെൻറ്റ്സ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു 3 മൂവ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കറക്കുന്ന മൂവ്മെൻറ്റ്സ് ആയിരുന്നു. പക്ഷേ ഇതിൽ നമ്മൾ 1-2 അറ്റാക്ക് കൂടി ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത 3 മൂവ്മെൻറ്റ്സ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിൽ ആദ്യത്തെ മൂവ്മെൻറ്റ് ഇതുണ്ടോ, ഇങ്ങനെ പിടിച്ചിട്ട് ഇതായിരുന്നു. രണ്ടാമത്തെ മൂവ്മെൻറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് മൂന്നാമത്തെ മൂവ്മെൻറ്റ് ഇതായിരുന്നു. ഈ 3 മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈസി ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ്. എല്ലാവരും സ്റ്റാർട്ടിങ് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മൂവ്മെൻറ്റാണ്. പക്ഷേ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെഞ്ചക്ക് പിടിക്കുമ്പോൾ ഈ ഒരു പോയിന്റിൽ പിടിക്കണമെന്ന്. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മളുടെ മൂവ്മെൻറ്റ് പോകുന്നത്. ഇതുണ്ടോ, ഇനി നമുക്കത് എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു മൂവ്മെൻറ്റ് വളരെ സിമ്പിളാണ്. നമ്മൾ ഇവിടെ നിന്ന് വീശി കൊടുക്കുന്നു, ഇവിടെ കൈവച്ച് പിടിച്ചെടുക്കുന്നു ആണോ. അത് കഴിഞ്ഞിട്ട് ഹാൻഡ് ചേഞ്ച് ചെയ്യണേ. ഓക്കെ, ഇത് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് അടുത്ത മൂവ്മെൻറ്റ്സിൽ നമ്മൾ ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തന്നത്. ഇനി നമ്മൾ അടുത്തൊരു മൂവ്മെൻറ്റാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്ലോയിൽ കാണിച്ചു തരാം, അത് കഴിഞ്ഞ് നമുക്ക് ഫാസ്റ്റ് ആക്കാം. ഈ ഒരു മൂവ്മെൻറ്റിൽ നിന്ന് നമ്മൾ അടുത്ത് പോകാൻ വേണ്ടി പോകുന്നത് സ്ട്രൈക്കിലേക്കാണ്. അതിന് മുന്നേ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. ഒരിക്കലും ഈ സംഭവം വന്നിട്ട് നിങ്ങളുടെ എൽബോ ജോയിൻ്റ്, അതായത് ഈ എല്ലിലോ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ഈ എല്ലിലോ കൊണ്ടുവന്ന് അടിക്കരുത്. ഓക്കെ, അതായത് ഇങ്ങനെ ഇതുണ്ടോ, ഷോൾഡറിലേക്ക് പോകുന്നത് ഇതുണ്ടോ, ബാക്കിൽ ഷോൾഡർ ജോയിൻറ്റിലാണ് അത് പോയി അടിക്കുന്നത്. അതേപോലെ ഇവിടെയും വന്ന് അടിക്കരുത്. ഇതുണ്ടോ, ഇവിടെ നിന്ന് അല്ല, ഇവിടെ വന്നടിക്കുന്നത്, അവിടെ വന്നടിക്കരുത്. ഈ മസിലിൽ തന്നെ ആയിരിക്കണം അത് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് മറക്കരുത്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്ട്രൈക്കാണ്. സ്ട്രൈക്ക് മീൻസ് അറ്റാക്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിൽ വരുന്ന അറ്റാക്ക് എന്ന് പറയുന്നത് വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ അല്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ എത്ര മൂവ്മെൻറ്റ് പഠിച്ചു? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 മൂവ്മെൻറ്റാണ് എടുത്തത്. ഒന്ന് ഇത് ക്യാച്ച് ചെയ്യുന്നതും, 2 ഈ ഇതിലടിക്കുന്നതും. ഇതുണ്ടോ, ഇത്. അപ്പോൾ ഈ 2 മൂവ്മെൻറ്റ്സാണ് നമ്മൾ ചെയ്തത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ സ്ട്രൈക്കിലേക്ക് പോകുന്നുണ്ട്. സ്ട്രൈക്കിൽ നമ്മൾ അല്ലെങ്കിൽ അറ്റാക്കിൽ നമ്മൾ ചെയ്യുന്നത്, അറ്റാക്ക് ഇങ്ങനെയല്ല ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഇതിൽ ഹൊറിസോണ്ടൽ അല്ല ചെയ്യുന്നത്, വെർട്ടിക്കലും അല്ല ചെയ്യുന്നത്. അടി വരുന്നത് ഇങ്ങനെയുമല്ല ഇങ്ങനെയുമല്ല, ഈ ആംഗിളിലാണ് വരുന്നത്. ഇതുണ്ട് ഇങ്ങനെ. ഓക്കെ, ഈ ഒരു ആംഗിളിൽ, ആ ആംഗിളിലാണ് അടി വരുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. നെഞ്ചക്കിൻ്റെ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് ഏറ്റവും ഇതായിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്, പവർഫുള്ളായിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ ഭാഗം തന്നെ ചെന്ന് നമ്മൾ എന്തിനാണ് അടിക്കുന്നത് അവിടെ ചെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ നിങ്ങൾ ഇത് കൊടുക്കുക. ലൈക്ക് എന്താ പറയുക, ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതിവിടെ വന്ന് കൊള്ളണമെങ്കിൽ നമ്മളുടെ ഡിസ്റ്റൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണം. ലൈക്ക് മൂവ്മെൻറ്റ് കൊടുത്തിട്ട് വേണം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അത് ആലോചിച്ച് വെക്കുക. നെഞ്ചക്കിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നത് വീശുമ്പോൾ ഈ ഒരു പോയിന്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ അത് തന്നെ കറക്റ്റായിട്ട് പോയിട്ട് അവിടെ പോയി സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ
ആ ഒബ്ജക്റ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ടാർഗറ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മൾ സ്ട്രൈക്കിലേക്ക് പോകണമെങ്കിൽ സ്ട്രൈക്കിൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഓക്കെ, വെറുതെ ഇങ്ങനെ വെച്ചിരിക്കണം. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ഇതുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കാണും. വെറുതെ താഴേക്ക് ഇങ്ങനെ ഇട്ടേക്കണം. ഓക്കെ, അവിടെ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ഇത് വന്ന് കൊള്ളുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇങ്ങനെയുമല്ല വന്ന് കൊള്ളുന്നത്, ഈ ഒരു ആംഗിളിൽ വന്നിട്ടാണ് കൊള്ളുന്നത്. ഓക്കെ, ഇങ്ങനെ വന്ന് അടിക്കുന്നത്, സ്ട്രൈക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ നിന്ന് വേണോ ഇങ്ങനെ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്, അല്ലാതെ ഇങ്ങനെയുമല്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മൂവ്മെൻറ്റ് വരുന്നത് താഴെ നിന്നാണ്. ശ്രദ്ധിക്കുക, താഴേന്ന്. ഇപ്പം എൻ്റെ ലെഗ്സ് നോക്കുക, രണ്ടും പാരലായിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, സ്ട്രൈക്കാണ്. ഇനി ഞാൻ ലെഗ് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ റൈറ്റ് ലെഗ് ഫോർവേഡ് ചെയ്തിട്ട് റൈറ്റ് ഹാൻഡിനാണ് നമ്മൾ അറ്റാക്ക് ചെയ്തത്. ഇനി ലെഫ്റ്റ് ലെഗ് ആയിരിക്കും നമ്മൾ ഫോർവേഡ് വെക്കുന്നത്. ഓക്കെ, ഇപ്പോൾ റൈറ്റും ലെഫ്റ്റും നമ്മൾ ഫോർവേഡ് വെച്ച് ചെയ്തു. ലെഗ് രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചും നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്ത് വരുമ്പോൾ ലെഗ് മൂവ്മെൻറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് വരും. ഏത് ലെഗ് വേണമെങ്കിലും ഫ്രണ്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ലെഗ് ഇതേപോലെ നേരെ പാരലാക്കി വെച്ചിട്ടോ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് പറ്റും. ഇനി നമ്മളിപ്പോൾ ഇവിടെ നിന്നല്ല എടുത്തത്, ഇങ്ങനെ തൂക്കിയിട്ടിട്ടല്ല എടുത്തത്. ഇനി നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്നാണ് അറ്റാക്ക് വരുന്നത്. ഓക്കെ, ഇത് ഇവിടെ നിന്ന് എടുക്കുന്നതും താഴെ നിന്ന് എടുക്കുന്നതും ചിലവർക്ക് താഴെ നിന്ന് എടുക്കുന്നത് എളുപ്പമായിരിക്കും, ചിലവർക്കിപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് എടുക്കുന്നത് എളുപ്പമായിരിക്കും. ഇതെല്ലാം പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഈ രണ്ടാമത് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അതിൽ നമ്മൾ തിരിച്ച് സപ്പോർട്ടിന് എടുക്കുന്നത് ഈ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് ഓരോ അടി കഴിയുമ്പോഴും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തേതിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൊണ്ടുവരാൻ കൂടുതൽ ടൈം എടുക്കും. രണ്ടാമത്തേതിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരാൻ കൂടുതൽ ടൈം എടുക്കുന്നില്ല. നോക്കുക, രണ്ട് അറ്റാക്കും നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പോയിന്റിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നമ്മൾ അടിക്കുമ്പോൾ നല്ല പവർ ഉണ്ടാവും. വീണ്ടും അത് തിരിച്ച് ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ലൈക്ക് നമുക്ക് ആ ഒരു സ്ലോയിൽ ഇത് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഈസി ആയിട്ട് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം, അവിടെ നിന്ന് അടുത്ത സ്ട്രൈക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടിക്കുന്ന അടി ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയാണ് പോയി സ്റ്റോപ്പ് ആകുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ തന്നെയാണ് സ്ലോ ആക്കുന്നത്. ആ അടി കഴിയുമ്പോൾ നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് സ്ലോ ആക്കുന്നത്. അത് ശ്രദ്ധിക്കുക. ബാക്കിലെ ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിക്കുന്ന ആ ഒരു കറക്റ്റ് ആ ടാർഗറ്റിലെത്തുന്ന ആ ഒരു പോയിന്റിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത്. നമ്മളുടെ ബാക്കിലേക്ക് എത്തുമ്പോൾ ഇത് വളരെ സ്ലോ ആയിട്ടാണ് എത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ ബാക്കിൽ വന്ന് ചെറുതായിട്ട് മുട്ടിയാലും നമുക്കൊരു കുഴപ്പമുണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഈ രണ്ട് മൂവ്മെൻറ്റ്സും ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്ന രണ്ട് മൂവ്മെൻറ്റ്സും ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത മൂവ്മെൻറ്റിലേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് മൂന്നാമത്തെ ഒരു മൂവ്മെൻറ്റാണ്. ഓക്കെ,
ആദ്യം താഴെ നിന്ന് എടുത്തു, രണ്ടാമത് നമ്മൾ അടിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ഇതിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും അടിക്കുന്നു. മൂന്നാമതായി നമ്മൾ ഇവിടെ ഹാൻഡ് വെച്ച് കൊടുക്കണം. ഈ ഹാൻഡിൻ്റെ ഒരു സപ്പോർട്ട് കൊടുക്കണം. ജസ്റ്റ് ഇവിടെ കൊള്ളിക്കുന്നില്ല, ഇവിടെ ഹാൻഡിൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് എടുത്ത് അടിക്കുന്നതാണ്. പിടിക്കുന്നില്ല, സപ്പോർട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അതും വളരെ ഈസി ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ്. ഇനി നമ്മൾ അടുത്തൊരു മൂവ്മെൻറ്റിലേക്ക് പോകണേ. ഇതിൽ ഈ ഒരു ഹാൻഡിന് വലിയൊരു റോളുണ്ട്. ബിക്കോസ് നമ്മൾ ഈ ഹാൻഡിൽ തന്നെയാണ് ഇത് തിരിച്ചെടുക്കുന്നത്. ഓക്കെ, എന്നിട്ടാണ് വീണ്ടും അറ്റാക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇങ്ങനെ പിടിച്ചേക്കണേ. ഇവിടെ നിന്ന് ഇതുണ്ടോ, കണ്ടോ, ഈ ഒരു ഇതിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നോക്കി, ഇത് ഉള്ളിലേക്കാണ്ടോ വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇതിങ്ങനെ കയറി, ഇതുണ്ടോ, ഇതിങ്ങനെ വന്ന് ഇങ്ങനെ നമ്മൾ പിടിച്ചെടുക്കണേ. ഓക്കെ, നോക്കുക, ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ആക്കി വിടുന്നു. കണ്ടോ, ഉള്ളിൽ കൂടിയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്തു കൂടിയാണ് ഇത് വരുന്നത്, പുറത്തു കൂടിയല്ല. ഓക്കെ ഓക്കെ, ഇതിവിടെ നിന്ന് പോയി ഇതുണ്ടോ, ഇങ്ങനെ കയറി ഇവിടെ കൂടി വന്ന് ഇതുണ്ടോ, ഇങ്ങനെ പിടിച്ചെടുക്കുന്നു. ഇവിടെ നിന്നാണ് അടുത്ത സ്ട്രൈക്ക് വരുന്നത്. ഓക്കെ, നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഈസിയാണിത്, വലിയൊരു എന്താ പറയുക, അത്ര ടഫൊന്നുമല്ല, ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്നുള്ളൂ. നമ്മളപ്പോൾ ഇത്ര നേരം സ്ട്രൈക്ക് ചെയ്ത് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്തത് ജസ്റ്റ് ആ ഒരു എയറിലാണ് അറ്റാക്ക് ചെയ്തത്. നമുക്കിനി അവിടെ ഒരു ടാർഗറ്റ് തൂക്കിയിട്ടിട്ടുണ്ട്, ഞാൻ കിക്ക് അടിക്കാൻ വേണ്ടി പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് അതിലേക്കൊന്ന് അടിച്ചു നോക്കാം. ഓക്കെ, എല്ലാ മൂവ്മെൻറ്റും എടുക്കുന്നില്ല, ഈ ഒരു മൂവ്മെൻറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഇത് മാത്രം. ഓക്കെ, നമ്മൾ 2 സ്ട്രൈക്ക് ചെയ്തുള്ളൂ. അത് ഞാൻ ക്ലോസ് ആക്കി വെച്ചിരുന്ന വെച്ചാണ്. അപ്പോൾ അത് ഓപ്പണായി ഒന്നാമത്തേത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഒരു പീസ് അതിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ നല്ല സ്ട്രൈക്കായിരിക്കും. ഇതൊരു റബ്ബറിൻ്റെ ഐറ്റമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. പൊട്ടിപ്പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ ഒരു ഇത് കണ്ടോ, മാറ്റ് കണ്ടോ, ആ മാറ്റിൻ്റെ സൈഡിലുള്ള പീസാണത്. അപ്പോൾ ഇതോ നമ്മളിങ്ങനെ ജസ്റ്റ് കയറ്റി വെച്ചാണത്. അപ്പോൾ അതിൻ്റെ ഒരു പീസ് വിട്ടങ്ങോട്ട് പോയി. അപ്പം നല്ല അടിയാണെങ്കിൽ, അത് നല്ല അടിയല്ല, നമുക്ക് കറക്റ്റ് ഗ്രിപ്പാണ് കിട്ടണമെങ്കിൽ നല്ല പവർഫുൾ സ്ട്രൈക്കായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു സംഭവം പഠിച്ചെടുക്കാം. ഞാൻ ഇനിയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോസ് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണേന് നമ്മളിപ്പോൾ ഇതിൽ ഒന്ന് ഹാൻഡിൻ്റെ 2 മൂവ്മെൻറ്റ്സ് എടുത്തു. ഒന്ന് കയ്യിൽ പിടിച്ചെടുത്ത് രണ്ട് ഹാൻഡ്സും സ്വിച്ച് ചെയ്യുന്നതും, ഒരെണ്ണം നമ്മളുടെ ബൈസെപ്സ് മസിലിൽ അടിക്കുന്ന ഒരു മൂവ്മെൻ്റ് എടുത്തു. പിന്നെ നമ്മൾ ചെയ്ത 3 മൂവ്മെൻറ്റ്സും സ്ട്രൈക്കായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നെഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ല നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നെഞ്ചൊക്കെ ഒരെണ്ണം മേടിക്കുക. തുടക്കത്തിൽ മേടിക്കണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഫൈബറിൻ്റെ നെഞ്ചൊക്കെ കിട്ടും, അല്ലെങ്കിൽ വുഡിൻ്റെ തന്നെ പുറത്ത് സ്പോഞ്ചിൻ്റെ കോട്ടിംഗ് ഉള്ളത് കിട്ടും, അങ്ങനത്തെ മേടിക്കുക. ബിക്കോസ് തുടക്കത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അടി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അല്ല കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് വുഡിൻ്റെ എടുക്കാം. സ്റ്റീലിൻ്റെ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിൽ രണ്ടിലും പ്രാക്ടീസ് ചെയ്തിട്ട് സ്റ്റീലിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.